പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിശ്വരൂപ ദർശനം തൊഴാൻ അഭൂതാവഹമായ ഭക്തജന തിരക്ക്. വിശ്വരൂപം പ്രതിഷ്ഠയായുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായ കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ധനുപ്പുലരിയിൽ നട തുറന്നതോടെ വിശ്വരൂപ ദർശനം ആരംഭിച്ചു. വിശ്വരൂപ ദർശനം തൊഴാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ വിശ്വരൂപ ദർശന മഹോത്സവം ഡിസംബർ 16 മുതൽ ജനുവരി 2 വരെയാണ് നടക്കുന്നത്. രാവിലെ 6 മണിക്ക് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂജാവിധികളോടുകൂടി വിശ്വരൂപ ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. അന്നദാനം, അതുപോലെ തന്നെ വഴിപാടുകൾ കഴിക്കുന്നതിൻ്റെ പ്രസാദം, ഒരു ഭക്തൻ ഇവിടെ വന്ന് വഴിപാട് കഴിക്കുക, തിരിച്ചു പോകുന്നവരെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിശ്വരൂപ ദർശനത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 16 ആരംഭിച്ച വിശ്വരൂപ ദർശന മഹോത്സവം 2025 ജനുവരി 2 സമാപിക്കും. മഹാഭാരത യുദ്ധ നാളുകളാണിതെന്നാണ് വിശ്വസിക്കുന്നത്. സന്നിധി ശ്രീ ഗുരുവായൂർ നട
യുദ്ധാരംഭത്തിൽ ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് വിശ്വരൂപ ഭാവത്തിലുള്ള ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ വിശ്വരൂപ ദർശന മഹോത്സവം. മഹാഭാരത യുദ്ധാരംഭത്തിൽ അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തതിനെ അനുസ്മരിച്ച് മൂലവിഗ്രഹത്തിൽ വിശ്വരൂപ ഭാവത്തിലുള്ള ഗോളക ചാർത്തിയാണ് ദർശനമൊരുക്കിയിരിക്കുന്നത്. യുദ്ധനാളുകളിൽ ഭഗവാൻ കഴിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്ന ദന്ധ്യന്നം എന്ന നിവേദ്യമാണ് പ്രധാന വഴിപാട്. തൈരും ഇഞ്ചിയും ചേർത്ത നിവേദ്യമാണിത്. വർഷത്തിൽ ഈ 18 ദിവസം മാത്രമേ ഈ നിവേദ്യമുള്ളൂ. രാവിലെ ഉഷപൂജ കഴിഞ്ഞ് 6-ന് നട തുറക്കുന്നതോടെ ആരംഭിക്കുന്ന ദർശനം 11 വരെ തുടരും. വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയാണ് ദർശനം. വൈകിട്ട് വിശേഷാൽ ദീപാരാധനയുണ്ട്. ഈ ദിവസങ്ങളിൽ വിശ്വരൂപ പൂജ, മംഗല്യപൂജ, വിദ്യാഗോപാല മന്ത്രാർച്ചന തുടങ്ങിയ വിശേഷാൽ പൂജകളുമുണ്ട്. വിദ്യാഗോപാല മന്ത്രം ജപിച്ച സാരസ്വതം ഘതം ക്ഷേത്രത്തിൽ ലഭിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ശങ്കർദാസ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടക്കുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തർക്കും അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് ഭക്തരാണ് ഭഗവാന്റെ അനുഗ്രഹം തേടി ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം.